അമ്പലം പാരിൽ ആളും അദ്വൈത വിദ്യാലയം. അയ്യനയ്യപ്പ സ്വാമിയേ നീയല്ലാതില്ലൊരു ശരണം, ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായകനാമം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മാഷിങ്ങനെ പോട്ട് എനിക്ക് വലിയ സന്തോഷമായിട്ടോ മാഷിങ്ങനെ നടക്കണം കാണുമ്പോൾ. എന്താ സന്തോഷം അറിയോ? വെറുതെ ഇങ്ങനെ മുരടിച്ച് വീട്ടിൻ്റെ ഉള്ളിലേ നമ്മൾ പറയും. ഇപ്പം ഈ ഭാഗവതത്തിലൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ. പ്രായമായി കഴിഞ്ഞാൽ ഒന്നിനും നമ്മൾ വ്യാപൃതമാവാതെ ഇരുന്ന് കഴിഞ്ഞാൽ മക്കൾക്കും ആർക്കും വലിയ കഴിയും. അവർ തരുന്ന ചോറും കഴിച്ച് മക്കളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർ തരുന്ന ചോറും കഴിച്ച് അവർ പറയുന്നിടത്ത് ഒരു നായയെ പോലെ ഇരിക്കണം അല്ലേ? ശരിക്കും പ്രായമായവർ അങ്ങനെയാ ഇപ്പോഴുള്ള മക്കളൊക്കെ കാണുന്നത്. അവരുടെ കുട്ടികളെ നോക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക, അവർ തരുമ്പോൾ ഭക്ഷണം കഴിക്കുക. നായയുടെ സ്വഭാവം എന്താ? സ്വന്തം എടുത്ത് കഴിക്കാൻ അധികാരം ഉണ്ടാവില്ല, യജമാനൻ കൊടുക്കണം, എന്നിട്ട് യജമാനു വേണ്ടി സേവയും ചെയ്യണം. ഇതൊക്കെ മക്കള് വളർത്തും. അപ്പോൾ പ്രായമാകുമ്പോൾ എന്താ ചെയ്യുക? ഒരു റിട്ടയർഡ് ലൈഫൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ടും വിട്ടിറങ്ങണം. ഇപ്പോൾ അവരുടെ മക്കള് അവരുടെ കുട്ടികൾ ടീച്ചേഴ്സാണ്, അവർക്ക് കുട്ടികളുണ്ട്. വീട്ടിൽ കാവലിനൊന്നും അവരിയ്ക്കണമൊന്നുമില്ല. കോട്ടയത്തും കോഴിക്കോടും അവരെയൊക്കെ വീട്. പക്ഷെ അവരവിടെ ഒന്നും ഇരിക്കണില്ല. അവരുടെ നാട്ടിൽ ഒറ്റയ്ക്ക് 2 പേരും താമസിക്കും. ഞങ്ങൾ മഠത്തിൽ ഇടയ്ക്ക് കൂടും, അവിടെ താമസിക്കും. അങ്ങനെ എവിടെ സപ്താഹം ഉണ്ടോ, എവിടെ നാമജപം ഉണ്ടോ അവിടേക്ക് പോകും. അപ്പോൾ വാനപ്രസ്ഥ ആശ്രമമാണ് ഇപ്പോൾ അവരുടെ. അത് ശരിക്കും എൻജോയ് ചെയ്യണം നമ്മൾ. അല്ലാതെ ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുരടിച്ച് ഇരുന്ന് വല്ല കാര്യമുണ്ടോ? രോഗവും വരും, നമ്മളെ വിട്ടു വരില്ല രോഗവും.